Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി മഹോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. SNDP യോഗം ആലുവ യൂണിയനിലെ 61 ശാഖകളിലും എല്ലാ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും കുടുംബ യൂണിറ്റ് കേന്ദ്രങ്ങളിലുമായി ആയിരക്കണക്കിന് പീത പതാകകൾ ഉയർത്തി പതാക ദിനം കൊണ്ടാടിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. 4 നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധികളിലൂടെ ഓരോ ദിവസവും ഇത് പര്യടനം ആരംഭിക്കുകയാണ്. ആശ്രമത്തിൽ നിന്ന് രാവിലെ ശിവഗിരി മഠത്തിലെ ഏതെങ്കിലും സന്യാസി വര്യന്മാര് നമുക്ക് ദീപം കൊളുത്തി തരും. ഒരു ദിവസം നമുക്ക് ദീപം കൊളുത്തി തരാൻ പോകുന്നത് നമ്മുടെ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ജഗതി രാജാണ്. ആദ്യം തന്നെ അതിന്റെ വിശ്വജ്യോതി രഥം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആ ദീപം നമുക്ക് തെളിയിച്ചു തരുന്നു. അതിനുശേഷം അത് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഓരോ പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം നെടുമ്പാശ്ശേരി മേഖലകളെല്ലാം കറങ്ങിക്കൊണ്ട് ഇതിന്റെ സമാപന സമ്മേളനം നടക്കുന്നത് ശ്രീമൂലനഗരത്താണ്. വിശ്വജ്യോതി പര്യടനത്തിന്റെ 1ാം ദിവസ സമാപന സമ്മേളനം ശ്രീമൂലനഗരത്ത് സമാപിക്കുമ്പോൾ ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആലുവയുടെ യുവ MLA അൻവർ സാദത്ത് അവറുകളാണ്. അതിനുശേഷം 2ാം ദിവസവും ആശ്രമത്തിൽ നിന്ന് സന്യാസി വര്യന്മാർ ആരെങ്കിലും ദീപം കൊളുത്തി തരുന്ന ഈ ജ്യോതി പര്യടനം 2ാം ദിവസവും ആരംഭിക്കുന്നു. അതായത് തിങ്കളാഴ്ച ആരംഭിക്കുന്നു. സെപ്റ്റംബർ 1ാം തീയതി ആരംഭിക്കുന്നു. അത് മേഖലകളെല്ലാം കറങ്ങിക്കൊണ്ട് ഈസ്റ്റ് കടുങ്ങല്ലൂർ ശാഖയിൽ സമാപിക്കുകയാണ്. ഈസ്റ്റ് കടുങ്ങല്ലൂർ ശാഖയിലല്ല, ശ്രീശങ്കര ഓഡിറ്റോറിയത്തിലാണ് അത് സമാപിക്കുന്നത്. അത് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ സാറാണ്. KA ഉണ്ണികൃഷ്ണൻ അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത ദിവസം 3ാമത്തെ ദിവസം പര്യടനം ഇതുപോലെ തന്നെ വിവിധ ശാഖകളെല്ലാം കേന്ദ്രീകരിച്ച് അതിന്റെ സമാപന സമ്മേളനം സമാപിക്കുന്നത് കങ്ങരപ്പടിയിലാണ് സമാപിക്കുന്നത്. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളത്തിന്റെ MP IB ഈഡൻ അവറുകളാണ്. 4ാമത്തെ ദിവസം ഈ ജ്യോതി പര്യടനത്തിന് സമാപന സമ്മേളനം സമാപിക്കുന്നത് കുറുമശ്ശേരിയിലാണ്. കുറുമശ്ശേരിയിൽ അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചാലക്കുടിയുടെ MP ബെന്നി ബെഹനാൻ അവറുകളാണ്. 30ാം തീയതി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ജ്യോതി പ്രയാണത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കും. SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമന്ത് ധർമ്മചൈതന്യ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും ആചാര്യൻ പ്രതാപൻ ചേതമംഗലം മുഖ്യപ്രഭാഷണം നടത്തും. SNDP യൂണിയൻ ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിക്കും. ആലുവ പട്ടണം കറങ്ങി ബാങ്ക് കവലയിൽ എത്തിച്ചേരുന്ന റിലേക്ക് ശാഖാ ഭാരവാഹികൾ, വനിതാ സംഘം, കുമാരി സംഘം, കുടുംബ യൂണിറ്റ്, മൈക്രോ ഫിനാൻസ് ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിക്കും. സെപ്റ്റംബർ 7ാം തീയതി ശ്രീനാരായണ ജയന്തി ദിനത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ രാവിലെ പ്രത്യേക പൂജകൾ നടക്കും. വൈകിട്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും വർണ്ണശബളമായ ജയന്തി ഘോഷയാത്ര SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ ഉദ്ഘാടനം ചെയ്യും. 20,000-ഓളം ആളുകൾ ഘോഷയാത്രയിൽ അണിചേരും. ആലുവ പട്ടണം കറങ്ങി ഘോഷയാത്ര ആലുവ അദ്വൈതാശ്രമത്തിൽ സമാപിക്കും. സെപ്റ്റംബർ 14ാം തീയതി ആലുവ SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജയന്തി മഹോത്സവ പരിപാടികളുടെ സമാപനവും അനുമോദന സമ്മേളനവും നടക്കും. ഘോഷയാത്രയിൽ സമ്മാനാർഹരായ ശാഖകളുടെ അവാർഡുകൾ വിതരണം ചെയ്യും. ആലുവ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ജയന്തി മഹാഘോഷയാത്ര അദ്വൈതാശ്രമത്തിന്റെ കവാടത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്ന SNDP യോഗത്തിന്റെ ആരാധനായ പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ സാർ അവറുകളാണ്. അതുപോലെ തന്നെ അന്ന് അവിടെ എത്താമെന്ന് പറഞ്ഞ MLA മാരും MP മാരും ഒക്കെ അതിന്റെ ഘോഷയാത്രയിൽ ഫ്രണ്ട് നിരയിൽ ഉണ്ടാവും എന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ജയന്തി മഹാഘോഷയാത്ര ഇത്തവണ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു 500-600 പേരുടെ കുറവിലാണ് ആലുവയുടെ പ്രദക്ഷിണ വഴികളെ കൂട്ടിമുട്ടിക്കാൻ നമുക്ക് സാധിക്കാതിരുന്നത്. ഇത്തവണ സംഘടനാപരമായ ഒരു ഉണർവ് കാണുന്നുണ്ട്. ആ ഉണർവ് അനുസരിച്ച് 20,000 പേരെ വെച്ചുകൊണ്ട് ആലുവയുടെ പ്രദക്ഷിണ വഴികളെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു വർത്തമാന കാലഘട്ടത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ കൂടി ഒരു ചരിത്രമായിട്ട് മാറാൻ സാധിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ നാടൻ കലാരൂപങ്ങളും മുത്തുക്കുടകളും പിതപതാകകളും എല്ലാമായിട്ട് നിശ്ചല ദൃശ്യങ്ങളും എല്ലാമായിട്ട് ആ ജയന്തി മഹാഘോഷയാത്ര ഒരു ശക്തി സംഗമമായിട്ട് തന്നെ നടത്താനായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ, വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ളാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ 12ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 299 രൂപ മുതൽ. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ, അപ്പച്ചട്ടി, തവ, കുക്കർ, ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം. എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അങ്കമാലി. ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ. മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഐ ലവ് MC റോഡ്, അങ്കമാലി.